രണ്ട് സംഖ്യകളുടെ തുക 10, അവയുടെ ഗുണനഫലം 20, സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക കാണുക. നമുക്ക് രണ്ട് സംഖ്യകളെ കുറിച്ച് പറയേണ്ടത്. ഈ സംഖ്യകൾ എ ബി എന്ന് പരിഗണിക്കുക. രണ്ട് സംഖ്യകൾ. ഈ സംഖ്യകളുടെ തുക 10, തുക എന്ന് പറഞ്ഞാൽ സമ്മാണ്. അപ്പോൾ ഇതിൻ്റെ തുക 10 പറയുമ്പോൾ നമുക്ക് എന്താ എഴുതാം? എ പ്ലസ് ബി സമം 10 എന്ന് എഴുതാം. പിന്നെ അവയുടെ ഗുണനഫലം പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആണ്. ഗുണനഫലം 20. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എ ഇൻറ്റു ബി എന്ന് എഴുതാം. എ ഇൻറ്റു ബി സമം എത്രയാണ്? 20. നമുക്ക് എന്താ കാണേണ്ടത്? സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക. വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ. രണ്ട് സംഖ്യകളുടെയും റെസിപ്രോക്കൽ കണ്ടിട്ട് കൂട്ടണം. അപ്പോൾ ആദ്യ സംഖ്യ എ ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ എന്താ വരിക? 1/a. അടുത്ത സംഖ്യ ബി ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ എന്താ വരിക? 1/b. ഇപ്പോൾ രണ്ടിൻ്റെയും വ്യുൽക്രമം എഴുതി നമ്മൾ അതിൻ്റെ തുക കാണണം, അതിൻ്റെ സമ്മ് കാണണം. അപ്പോൾ 1/a പ്ലസ് 1/b ആണ് നമുക്ക് കാണേണ്ടത്. ഇതെങ്ങനെ കൂട്ടുക? 1/a പ്ലസ് 1/b. 1 കൊണ്ട് ബീനെ ഗുണിക്കുക, എന്ത് വരും? ബി. എയുടെ ചിഹ്നം കൂട്ടണം. എ കൊണ്ട് 1നെ ഗുണിക്കുക, എന്ത് വരും? എ. നമുക്ക് ഈ അംശം കൊണ്ട് ഛേദത്തെ ഗുണിച്ചു, ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിച്ചു, എന്നിട്ട് കൂട്ടണം കിട്ടു. ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഡിനോമിനേറ്റേഴ്സ്. എ ഇൻറ്റു ബി, എ ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ഇൻറ്റു ബി എന്ന് എഴുതാം. ഇനി ഈ ബി പ്ലസ് എ എന്ന് പറഞ്ഞാലും എ പ്ലസ് ബി എന്ന് പറഞ്ഞാലും ഒരുപോലെയാണ്. നമുക്കതറിയാം. എ പ്ലസ് ബി 10. എ പ്ലസ് ബി 10 പറഞ്ഞാൽ ബി പ്ലസ് എയും 10 ആണ്. അപ്പോൾ നമുക്ക് ഈ ബി പ്ലസ് എ എന്ന് പറഞ്ഞാൽ 10 എഴുതാം. ബൈ എ ഇൻറ്റു ബി എത്രയാണ്? 20. 10/20 നമുക്ക് 10 കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ ഒരു 10 10 20 20. ഉത്തരം 1/2.